ഹലോ ഡിയേഴ്സ്. പഴയ ബോംബെ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ ഇന്നത്തെ മുംബൈയിലൊരു സബർബൻ യാത്രയിലാണ് നിലവിലുള്ളത്. സിറ്റി ഓഫ് ഡ്രീംസ് അഥവാ സ്വപ്നങ്ങളുടെ നഗരമായ മുംബൈക്ക് പൊതുവെ രണ്ട് സൈഡ്സ് ഉണ്ടെന്ന് പറയാറുണ്ട്. അത് മുംബൈയിൽ വരുന്ന സമയത്ത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, രാജ്യത്തെ ധനികരായ വാണിജ്യ വ്യവസായ പ്രമുഖരും ബോളിവുഡ് താരങ്ങളും ക്രിക്കറ്റേഴ്സും എല്ലാം സകല ആഡംബര സൗകര്യങ്ങളോട് കൂടി ജീവിക്കുന്ന ബാന്ദ്ര, മലബാർ ഹിൽസ്, ജൂഹു, വേളി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളാണ്. അതേസമയം തന്നെ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾ യാതൊരു സുരക്ഷിതത്വ ബോധമോ അടിസ്ഥാന സൗകര്യ വികസനങ്ങളോ ഒന്നും ഇല്ലാതെ തിങ്ങി നിറഞ്ഞു താമസിക്കുന്ന ചെറിയ ചെറിയ ചേരികളൊക്കെ അടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു പ്രദേശത്തിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ കടന്നു പോകുന്നത്. ട്രെയിനിന്റെ പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. മുംബൈയുടെ ഒരു ബ്ലാക്ക് സൈഡ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം ഇത് സങ്കടകരമായ കാഴ്ചകളാണ്. വളരെ വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ഇവിടെ ആളുകൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക അസമത്വമാണ് നമ്മളോട് കാണിക്കുന്നത്. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഒരു വലിയ അന്തരം നമുക്കിതിലൂടെ ഊഹിച്ചെടുക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള യാത്രകൾ നടത്തുന്ന സമയത്ത്. എസ്പെഷ്യലി മുംബൈയിൽ വരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. മുംബൈ സബർബൻ റെയിൽവേ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ സബർബൻ റെയിൽവേ സിസ്റ്റമാണ് മുംബൈയിലേത്. മുംബൈ സബർബൻ റെയിൽവേ സിസ്റ്റം ഇത് ലൈഫ് ലൈൻ ഓഫ് മുംബൈ എന്ന് തന്നെ അറിയപ്പെടും. കാരണം അത്ര ആളുകൾ ഡേ ടു ഡേ ലൈഫിൽ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 70 ലക്ഷത്തിൻ്റെ മുകളിൽ ആളുകൾ എല്ലാ ദിവസവും അത്രയും ആളുകൾ ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നുണ്ട്.